വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ള പല പേഷ്യൻസിലും വന്നിട്ട് നമ്മൾ പല്ലുകൾ പരിശോധിക്കുന്ന സമയത്ത് സിൽവർ കളറിലെ ഫില്ലിങ്സ് കാണുന്നുണ്ട്. അതുപോലെ സിൽവർ കളർ ഫില്ലിംഗ് ഉള്ള ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം വരാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണ്ട് പല്ലുകൾ അടച്ചുകൊണ്ടിരുന്നത് ഈ സിൽവർ കളറിലെ ഫില്ലിംഗ് ഉപയോഗിച്ചാണ്. സിൽവർ കളർ ഫില്ലിംഗ് വന്നിട്ട് അത് ഡെന്റൽ അമാൽഗം എന്ന് പറയും. ഈ അമാൽഗം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പല്ലുകൾ അടച്ചുകൊണ്ടിരുന്നത്. അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മെറ്റലും അതിൻ്റെ കൂടെ മെർക്കുറിയും കൂടെ മിക്സ് ചെയ്ത് ഫില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡെന്റൽ അമാൽഗം ഫില്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ അമാൽഗം ഫില്ലിങ്സിനകത്ത് മെർക്കുറി ഉള്ളതുകൊണ്ട് ഇത് കാലക്രമേണ ഈ അമാൽഗം ഫില്ലിംഗ് പൊട്ടിപ്പോകാനും അതുവഴി മെർക്കുറി വെളിയിലേക്ക് വായിക്കകത്തോട്ട് കടക്കാനും ചാൻസ് ഉണ്ട്. അതുവഴി ഗുരുതരമായിട്ടുള്ള ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും പേഷ്യൻസിന് ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ വളരെ ലേറ്റായിട്ട് നമ്മൾ അറിയത്തുള്ളൂ. ഇതിനെന്താണ് പ്രതിവിധി? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിൽവർ കളറുടെ ഫില്ലിങ്സുകളെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പല്ല് കളറിലുള്ള കോമ്പോസിറ്റ് ഫില്ലിങ്സ് വെച്ച് നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവഴി ഈ അമാൽഗം അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെർക്കുറി കണ്ടന്റ് ശരീരത്തിലേക്ക് ലീക്ക് ആവാതെയും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നതാണ്.